ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്കി വന്ന ചോറ് കൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ആരെടുത്ത കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തലേ ദിവസം ബാക്കി വന്ന ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അരിൻ്റെ ചോറ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് ഒട്ടും തരിയൊന്നും ഇല്ലാതെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പേസ്റ്റ് രൂപത്തിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അരച്ചെടുത്ത മാവ് നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിക്ക് പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയിൽ നല്ല ഫ്ലേവർ ഉള്ളതുകൊണ്ട് ചെറിയുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കണം. വല്ലാണ്ട് മൂത്ത് പോവാണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അധികം മൂത്ത് പോകരുത്, ഈ ഒരു കളർ ആകുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് നല്ല കനം കുറഞ്ഞിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ഇനി ഈ തേങ്ങാക്കൊത്തൊന്ന് കളർ ചേഞ്ച് ആയി കിട്ടുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പം തേങ്ങാക്കൊത്തൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതിവിടെ ചെറിയുള്ളിയും തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പൊടിച്ച ശർക്കര ആയതുകൊണ്ട് ശർക്കരയൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടോടുക്കെ തന്നെ ഈ ശർക്കരപ്പാനി മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ചൂടോടെ തന്നെ മാവിലേക്ക് ചേർത്ത് കൊടുത്താലേ നമുക്ക് നമ്മളെ കൽത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടും ആരെടുത്ത കൽത്തപ്പമായിട്ട് തയ്യാറായി കിട്ടുള്ളൂ. പിന്നെ ഈ ശർക്കരപ്പാനി ചേർത്ത ഉടനെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ കട്ട കുത്തിപ്പോവും. അപ്പം നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മാവ് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെറിയുള്ളിയും കുറച്ച് തേങ്ങാക്കൊത്തും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അപ്പം ചുടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമാണ്, എന്നാലേ നമുക്ക് നമ്മൾ അപ്പം സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കോരി ഒഴിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളെ കൂട്ട് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിക്കാം. ഞാനിവിടെ 2 കയ്യിൽ മാവാണ് കോരി ഒഴിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും കുറച്ച് വിതറിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ നമ്മളെ അപ്പത്തിൻ്റെ 2 സൈഡും നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞി കൽത്തപ്പമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതുപോലെ തന്നെ കൽത്തപ്പം തയ്യാറാക്കിയെടുക്കാം.
ഞാനിവിടെ നല്ല കനം കുറച്ചിട്ട് തന്നെയാണ് കൽത്തപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കയ്യിൽ മാവേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറിയുള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രയും ടിപ്സ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആരെടുത്ത കൽത്തപ്പം തയ്യാറായി കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കുഞ്ഞിക്കൽത്തപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ആരെടുത്ത കുഞ്ഞിക്കൽത്തപ്പം തന്നെയാണ് നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുള്ളത്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റി തന്നെയാണ്. വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇതൊരു സൂപ്പർ സ്നാക്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ.